പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷയിൽ ആശങ്കയുയർത്തി നിരന്തരമായി തന്നെ ഉണ്ടാകുന്നു മോഷണ പരാതികൾ. അടുത്തിടെയായി ക്ഷേത്രത്തിൽ നിരവധി മോഷണ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വർണ്ണ തളിപ്പാത്രം, നിവേദ്യ ഉരുളി, ശ്രീകോവിലിൽ സ്വർണം പൂശാനായി വെച്ചിരുന്ന സ്വർണം എന്നിവ മോഷണം പോയ സംഭവങ്ങൾ ഉണ്ടായിട്ട് അധിക കാലമായിട്ടില്ല. മുൻപുണ്ടായ മോഷണങ്ങൾ സുരക്ഷാ വീഴ്ച കാരണം ഉണ്ടായതാണെന്ന് ജീവനക്കാർ തുറന്നു പറഞ്ഞിരുന്നു. സ്വർണ്ണ തളിപ്പാത്രം മോഷ്ടിച്ച പ്രതികളെ ഹരിയാനയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ഇതിനിടയിലാണ് ഗോശാലയിൽ നിന്നും പാൽ കടത്തിയെന്ന വാർത്തകളും പുറത്തുവരുന്നത്. ഇതോടെ ഒരിക്കൽ കൂടി ക്ഷേത്രത്തിന്റെ സുരക്ഷാ സംബന്ധമായ കാര്യങ്ങൾ ചർച്ചയാവുകയാണ്. കേന്ദ്ര സംസ്ഥാന സേനകളുടെ വലിയ സന്നാഹം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കാവൽ നിൽക്കുന്നുണ്ട്. അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള സുരക്ഷയാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ അതീവ സുരക്ഷയുണ്ടായിട്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതിൽ ദുരൂഹതയുണ്ട്. ഇതിൽ കാര്യമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ക്ഷേത്രത്തിൽ നിന്നും പാൽ കടത്തിയ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഗോശാലയിലെ പാൽ പുറത്തേക്ക് മാറ്റിയിട്ടില്ലെന്നും നിവേദ്യത്തിനായി മിൽമയിൽ നിന്നെത്തിച്ച് കടത്തിയതുമെന്നാണ് വിവരം. അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പറായ ജീവനക്കാരനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ശ്രീകോവിലിലെ അഭിഷേകം, പ്രധാന ചടങ്ങുകൾ എന്നിവയ്ക്കാണ് ഗോശാലയിലെ പാൽ ഉപയോഗിക്കുന്നത്. പാൽപായസം, തൈരുസാദം എന്നിവയ്ക്ക് വേണ്ട പാലും തൈരും മിൽമയിൽ നിന്നാണ് വാങ്ങുന്നത്. ഇതിനായി മിൽമ സംസ്കരിക്കപ്പെട്ട പാൽ പ്രത്യേകം തയ്യാറാക്കി നൽകും. ഇവ ക്യാനുകളിലാണ് ക്ഷേത്രത്തിൽ എത്തിക്കുന്നത്. 50 ലിറ്റർ വീതമുള്ള ക്യാനുകൾ ഓരോ ദിവസവും എത്തിക്കും. തിരക്കുള്ള ദിവസങ്ങളിൽ ക്യാനിന് പുറമെ 1/2 ലിറ്റർ കവറുകളിൽ പാൽ വേറെയും എത്തിക്കും. ഇതാണ് കടത്തിയതെന്നാണ് അന്വേഷണം നടത്തുന്ന ക്ഷേത്ര വിജിലൻസ് അധികൃതരുടെ നിഗമനം. കഴിഞ്ഞ മാസം ക്ഷേത്രത്തിൽ 13 പവന്റെ സ്വർണ്ണദണ്ഡ് കാണാതായിരുന്നു. പിന്നാലെ 2 ദിവസത്തിനു ശേഷം മണലിൽ പൊതിഞ്ഞ നിലയിൽ സ്വർണ്ണദണ്ഡ് കണ്ടെത്തിയിരുന്നു. സംഭവത്തിൽ 8 പേരെ നുണപരിശോധനയ്ക്ക് വിധേയരാക്കണമെന്നാവശ്യപ്പെട്ട് ഫോർട്ട് പോലീസ് കോടതിയെ സമീപിച്ചിരുന്നു. 5 ക്ഷേത്ര ജീവനക്കാരും ശ്രീകോവിലിന്റെ വാതിൽ സ്വർണം പൊതിയുന്ന ജോലി ചെയ്ത 3 പേരും ഉൾപ്പെടെ 8 പേർക്കായിരുന്നു നുണപരിശോധന. ഇവരെ ചോദ്യം ചെയ്തപ്പോൾ പരസ്പര വിരുദ്ധമായ മൊഴികളാണ് ലഭിച്ചത്. ക്ഷേത്രത്തിലെ നവീകരണത്തിന്റെ ഭാഗമായി സ്വർണം പൂശുന്ന പണിക്കിടയിലാണ് സ്വർണ്ണദണ്ഡ് കാണാതാകുന്നത്. ഇത് പിന്നീട് സുരക്ഷാ മുറിയിൽ നിന്ന് പുറത്തെടുക്കുകയായിരുന്നു. തുടർന്ന് പടിഞ്ഞാറേ നടയിലെ വാതിലിന്റെ പഴയ സ്വർണം മാറ്റി പുതിയ സ്വർണ്ണത്തകിട് ചേർത്തു. ഇതിനുശേഷം സ്വർണം മുറിയിലേക്ക് മാറ്റിയിരുന്നു. രാവിലെ കണക്കെടുത്തപ്പോഴാണ് ദണ്ഡ് നഷ്ടപ്പെട്ട വിവരമറിഞ്ഞത്. വടക്കേ ശീവേലിപ്പുരയ്ക്ക് സമീപത്തെ മണലിൽ നിന്ന് ദണ്ഡ് കണ്ടെത്തിയതാണ് സംശയത്തിനിടയാക്കിയത്. വാതിൽ സ്വർണം പൂശുന്ന ജോലിക്കാർ, ഒരു വിഭാഗം ജീവനക്കാർ, കാവൽ നിന്ന പോലീസുകാർ എന്നിവരെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. ഈ ഭാഗത്തെ CCTV പ്രവർത്തനരഹിതമായതും ദുരൂഹത ഉയർത്തിയിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ക്ഷേത്രത്തിലെ തളിപ്പാത്രം മോഷണം പോയത്. പാൽപായസ നിവേദ്യത്തിന് ശേഷമായിരുന്നു അതീവ സുരക്ഷാ മേഖലയിൽ നിന്ന് ലക്ഷങ്ങൾ വില വരുന്ന തളിപ്പാത്രം മോഷണം പോയത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. സംഭവത്തിൽ 3 സ്ത്രീകൾ അടക്കമുള്ള പ്രതികളെ ഹരിയാനയിൽ നിന്നാണ് പിടികൂടിയത്. അതീവ സുരക്ഷാ മേഖലയിൽ നിന്നും തളിപ്പാത്രം മോഷണം പോയതോടെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു.